കുഞ്ഞോണോ നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? എടാ ഫോൺ എടുക്കാത്തതുകൊണ്ടല്ല, ഫോൺ എടുക്കാൻ പറ്റത്തില്ലെന്ന് വേറെ ഒന്നുകൊണ്ട് കേസ് ഇട്ടുണ്ട്. നീ പേടിക്കണ്ട, നിന്റെ ഷർട്ട് തയ്ച്ച് തേച്ച് വെച്ചിരിക്കുക, ഇനി പൊതിഞ്ഞാൽ മാത്രം മതി. കാരണം ഭാര്യയും കൊച്ചൊക്കെ വെയിറ്റ് ചെയ്യാൻ, ഇത് കൂട്ടിയിട്ട് വേണം എനിക്ക് കല്യാണത്തിന് പോകാനായിട്ട്. കൊണ്ടുപോയിക്കോ, പൊതിഞ്ഞേക്കാം. ഈ കല്യാണം ഞാൻ പൊളിക്കും. പൊളിക്കണം. അയ്യോ തോടാ വരുന്ന പോയി. പിന്നെ അതെ ഒരു കാര്യം ഞാൻ പറയാം, കല്യാണത്തിൽ പോകുന്നതിനുള്ള ഈ ഷർട്ട് ഇട്ടുകൊണ്ട് നീ അവിടെ പോയി അടിച്ചു പോകാൻ കിടക്കരുത്. കാര്യം അറിയാമല്ലോ, കാര്യം ഷർട്ടിലൊന്നും വെറുതെ ആവശ്യമില്ലാതെ സാധനമൊന്നും അടിച്ചൊഴിച്ചാൽ കിട്ടും. സ്റ്റാൻഡ് ചെയ്തു. കുഞ്ഞോണ്ടോ ദീപു, എടാ ഞാൻ നിന്നെ കാണുമ്പോഴേക്കായിരുന്നു. എന്താ 2-3 ദിവസമായിട്ട് പത്രത്തിലും ടി വിയിലൊക്കെ നീ തന്നെ നിറഞ്ഞിരിക്കുകയാണല്ലോ. ആണല്ലേ? കത്തിരി എടുത്തെന്നാ എന്ത് കുത്തിക്കയറി എന്തൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അണ്ണൻ കണ്ടായിരുന്നല്ലേ? ഞാൻ കണ്ടായിരുന്നു. അണ്ണൻ എനിക്ക് ഷർട്ട് അയച്ചു തന്നില്ലേ? ആ ഷർട്ട് ഇട്ടപ്പോൾ മുതലാണ് എനിക്ക് നെഞ്ചുവേദന തുടങ്ങിയത്. അണ്ണാ ഞാൻ ആ ഷർട്ട് ഇട്ട് അങ്ങോട്ട് കുനിയും, എനിക്ക് നെഞ്ചുവേദന എടുക്കും, പിന്നെയും കുനിയും, നെഞ്ചുവേദന എടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യമായപ്പോൾ എനിക്കാണ് നെഞ്ചിനകത്ത് എന്തോ ഒരു സാധനം കുത്തിക്കൊള്ളുന്നൊക്കെ ഒരു ഭയങ്കര ഫീല്. ഞാൻ അവിടെ തന്നെ ഡോക്ടറെ പോയി ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞ് പോയി എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ദീപു 45 വയസ്സുണ്ടാ എക്സ്റേ എടുക്കാനായിട്ട്? എന്റെ പൊന്നിയേട്ടാ ഒന്ന് വേഗം വായേട്ടാ. ഷർട്ടൊന്നും ഊരണ്ട, ആകെ പണ്ടായിരുന്നു. ഇങ്ങോട്ട് ഷർട്ടൊന്നും ഊരണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ പരിപാടിയുള്ളത് എനിക്ക്. ഇങ്ങോട്ട് വന്നേ, വേഗം വന്നേ. വാ കയറി വാ. ഭഗവാനെ രക്ഷിക്കണേ. എക്സ്റേ എടുത്തപ്പോൾ കിട്ടിയൊന്നും അറിയാവോ? എന്തു? അല്ല, 1-ാം തരം കത്രിക. അണ്ണൻ ടി വിയിലും പത്രത്തിലൊക്കെ കണ്ടില്ലേ? ആ കത്രിക എൻ്റെ നെഞ്ചത്തിനകത്ത് കിട്ടിയത്. ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. അണ്ണൻ ഷർട്ട് പൊതിഞ്ഞ കൂട്ടത്തിൽ ഈ കത്രികയുടെ വെച്ചങ്ങ് പാക്ക് ചെയ്തല്ലേ? ഒയ്യോടാ, ഈ കത്രിക ഞാനിനി നോക്കാനിവിടെ സ്ഥലമില്ല. ആണാ? എന്തായാലും എനിക്കെൻ്റെ കത്രികയും കിട്ടി. മോനെ, നീ സെലിബ്രിറ്റി ആയടാ. ഒന്ന് പോണ മനുഷ്യയുടെ നാണം കെടുത്താനായിട്ട്.